നമസ്കാരം. പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന തലക്കെട്ടുകൾ. തൊഴിൽ വിസ റദ്ദാക്കൽ, ഇറാന് സാമ്പത്തിക സഹായം നൽകൽ എന്നീ വ്യാജ പ്രചാരണങ്ങൾ തള്ളി UAE. എക്സിലൂടെയാണ് രാജ്യത്തിന്റെ നിലപാട് ഡോക്ടർ അൻവർ മുഹമ്മദ് ഗർഗാഷ് വ്യക്തമാക്കിയത്. വിവരങ്ങൾക്കായി ഔദ്യോഗിക സ്രോതസ്സുകളെ ആശ്രയിക്കണമെന്ന് അധികൃതർ. തുടർച്ചയായ 4ാം ദിവസവും അസംസ്കൃത എണ്ണവിലയിൽ വർധന. കാരണമായത് പശ്ചിമേഷ്യയിലെ ഭൌമരാഷ്ട്രീയ ആശങ്കകളും അമേരിക്കയിലെ ക്രൂഡ് ശേഖരത്തിലുണ്ടായ കുറവും. എണ്ണവിലയിൽ ഏറ്റക്കുറച്ചിലുകൾ തുടരുമെന്ന് റിപ്പോർട്ട്. സുരക്ഷാ സംരക്ഷണം എന്നിവയിൽ മലേഷ്യയുമായി സഹകരിക്കാൻ സൗദി അറേബ്യ. യോഗം സൽമാൻ രാജാവിന്റെ അധ്യക്ഷതയിൽ. നീക്കം സമുദ്ര സുരക്ഷ ഉറപ്പാക്കുന്നതിനും അന്താരാഷ്ട്ര വ്യാപാര പാതകളുടെ സുഗമമായ ഗതാഗതം ഉറപ്പാക്കുന്നതിനും. റെയിൽ ടു റോഡ് സേവനവുമായി ഇത്തിഹാദ് റെയിൽ. പുതിയ സേവനം, സ്റ്റേഷനുകളിൽ കാർ വാടകയ്ക്ക് കൊടുക്കാൻ അവസരമൊരുക്കുക. യാത്രക്കാർക്ക് ദിവസവും 80 ദിർഹമിന് മുതൽ കാർ വാടകയ്ക്ക്. വിശദമായ വാർത്തകളിൽ പശ്ചിമേഷ്യയിലെ ഭൌമരാഷ്ട്രീയ പിരിമുറുക്കങ്ങളെ തുടർന്ന് ആഗോള വിപണിയിൽ എണ്ണവില തുടർച്ചയായി 4ാം ദിവസവും വർദ്ധിച്ചു. ബുധനാഴ്ച ഏഷ്യൻ വ്യാപാര സമയത്ത് പ്രധാന അന്താരാഷ്ട്ര എണ്ണ സൂചികയായ ബ്രന്റ് ക്രൂഡും അമേരിക്കൻ WTI ക്രൂഡും സമീപകാലത്തെ ഏറ്റവും ഉയർന്ന നിരക്കുകളിലെത്തി. ഏഷ്യൻ വിപണിയിൽ ബ്രന്റ് ക്രൂഡ് ഫ്യൂച്ചേഴ്സ് ബാരലിന് 26 സെന്റ് ഉയർന്ന് $91.28 US വെസ്റ്റ് ടെക്സസ് ഇന്റർമീഡിയറ്റ് ക്രൂഡ് ബാരലിന് 37 സെന്റ് ഉയർന്ന് $85.31 വ്യാപാരം നടക്കുന്നത്. ജൂലൈ 24 ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണിത്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് പാതയായ ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും നയതന്ത്ര ചർച്ചകൾ വൈകുന്നതുമാണ് എണ്ണവിലയിൽ പ്രതിഫലിപ്പിക്കുന്നത്. ചൊവ്വാഴ്ചയും വ്യാപാരം അവസാനിക്കുമ്പോൾ ഇരു സൂചികകളും നേട്ടത്തിലായിരുന്നു. ബ്രന്റ് ക്രൂഡ് ബാരലിന് $91.02 WTI $84.94 ചൊവ്വാഴ്ച വ്യാപാരം അവസാനിപ്പിച്ചത്. മേഖലയിലെ വിതരണ തടസ്സങ്ങൾ ഒഴിവാക്കാൻ വിപണി ജാഗ്രത പുലർത്തുന്നുണ്ട്. ഇതിനിടെ കഴിഞ്ഞ ആഴ്ച അമേരിക്കയിലെ ക്രൂഡ് ഓയിൽ ഡിസ്റ്റിലേറ്റ് ശേഖരത്തിൽ കുറവുണ്ടായതായി അമേരിക്കൻ പെട്രോളിയം ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തുവിട്ട വിവരങ്ങൾ വ്യക്തമാക്കുന്നു. ഇത് എണ്ണവിലയിലെ വർധനവിന് കാരണമായി. വിതരണ തടസ്സങ്ങൾ മറികടക്കുന്നതിനായി മറ്റു വഴികളിലൂടെ ക്രൂഡ് ഓയിൽ കയറ്റുമതി ചെയ്യാനുള്ള സംവിധാനത്തിന് ഇറാഖ് മന്ത്രിസഭ അംഗീകാരം നൽകിയിട്ടുണ്ട്. നിലവിലെ അനിശ്ചിതത്വങ്ങൾ തുടരുന്നതിനാൽ വരും ദിവസങ്ങളിലും എണ്ണവിലയിൽ ഏറ്റക്കുറച്ചിലുകൾ തുടരാമെന്ന് വിപണി വിദഗ്ധരുടെ വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് NTV. സമാധാനപരമായ ആണവ സാങ്കേതിക വിദ്യയുടെ സുരക്ഷാ സംരക്ഷണം എന്നിവയിൽ മലേഷ്യയുമായി സഹകരിക്കാൻ സൗദി മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. ധാരണാപത്രത്തിൽ ഒപ്പുവയ്ക്കാൻ ന്യൂക്ലിയർ ആൻഡ് റേഡിയോളജിക്കൽ റെഗുലേറ്ററി കമ്മീഷൻ ബോർഡ് ചെയർമാനെ സൗദി മന്ത്രിസഭാ യോഗം ചുമതലപ്പെടുത്തി. സൽമാൻ ബിൻ അബ്ദുൽ അസീസ് രാജാവിന്റെ അധ്യക്ഷതയിലാണ് ജിദ്ദയിൽ മന്ത്രിസഭാ യോഗം ചേർന്നത്. സമാധാനപരമായ ആണവ സാങ്കേതിക വിദ്യയുടെ സുരക്ഷ, സംരക്ഷണം എന്നിവയിൽ മലേഷ്യയുമായി സഹകരിക്കാൻ സൗദി മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. വിവിധ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനായി സൗദി അടുത്തിടെ വിവിധ രാജ്യങ്ങളുമായി നടത്തിയ ചർച്ചകളും കൂടിയാലോചനകളും യോഗം വിലയിരുത്തി. സൗദിയുടെ നേതൃത്വത്തിലുള്ള മൾട്ടിനാഷണൽ മാരിടൈം ഡിഫൻസ് അലയൻസിന്റെ സജ്ജീകരണങ്ങൾ പൂർത്തിയായതിനെ മന്ത്രിസഭ സ്വാഗതം ചെയ്തു. സമുദ്ര സുരക്ഷ ഉറപ്പാക്കുന്നതിനും അന്താരാഷ്ട്ര വ്യാപാര പാതകളുടെ സുഗമമായ ഗതാഗതം ഉറപ്പാക്കുന്നതിനും ഇത് സഹായകരമാകും. വാണിജ്യ കപ്പലുകൾക്കും ടാങ്കറുകൾക്കും നേരെ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങളെ മന്ത്രിസഭ ശക്തമായി അപലപിച്ചു. അന്താരാഷ്ട്ര നിയമങ്ങളുടെയും ഹോർമുസ് വഴിയുള്ള കപ്പൽ ഗതാഗത സുരക്ഷ ഉറപ്പാക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയങ്ങളുടെയും കടുത്ത ലംഘനമാണിതെന്ന് യോഗം ചൂണ്ടിക്കാട്ടി. പൊതു സ്വകാര്യ പങ്കാളിത്ത മേഖലയിലെ സഹകരണത്തിനായി കുവൈത്തുമായുള്ള ധാരണാപത്രത്തിന് അംഗീകാരം നൽകി. NTV, റിയാദ്. ഇറാൻ അമേരിക്ക സംഘർഷത്തിനിടയിലും സുരക്ഷിതമായിരുന്ന UAEയിലേക്ക് നീണ്ട ഇടവേളയ്ക്ക് ശേഷം മിസൈൽ ആക്രമണമുണ്ടായി. ഇറാൻ തൊടുത്ത 2 ബാലിസ്റ്റിക് മിസൈലും UAEയുടെ കരപ്രദേശങ്ങളുടെ അടുത്തുപോലും എത്തിയില്ലെന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. ഒരു മിസൈൽ UAEയുടെ സമുദ്രാതിർത്തിക്ക് പുറത്തും മറ്റൊന്ന് സമുദ്രാതിർത്തിയിലുമാണ് പതിച്ചത്. സംഘർഷ സാഹചര്യങ്ങൾക്കിടയിലും സമാധാനമായിരുന്ന UAEയിൽ ചൊവ്വാഴ്ച വൈകിട്ട് 6:52 ജനങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് മുന്നറിയിപ്പ് സന്ദേശം എത്തിയത്. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ സുരക്ഷിതമാണെന്ന മുന്നറിയിപ്പും വന്നു. ഫെബ്രുവരി 28 ആരംഭിച്ച ഇറാൻ അമേരിക്ക സംഘർഷത്തിൽ പലതവണ UAEക്ക് നേരെ ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ജൂലൈ 12 ശേഷം UAE സമാധാന അന്തരീക്ഷമായിരുന്നു. ഇതിനിടെയാണ് ചൊവ്വാഴ്ച ആശങ്കയിലാഴ്ത്തി സന്ദേശം വന്നത്. രാജ്യത്തിന് നേരെയുള്ള ഏതൊരു ആക്രമണ ശ്രമവും ശക്തമായി പ്രതിരോധിക്കുമെന്ന് UAE ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ധാരണാപത്രത്തിന്റെ കാലാവധി അവസാനിച്ച് 24 മണിക്കൂറിനകമാണ് ഇറാന്റെ ആക്രമണ ശ്രമം. ഇറാനെതിരെ UAE ശക്തമായ നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്. ഇറാനുമായുള്ള ധനവിനിമയവും വാണിജ്യ ഇടപാടുകളും നിർത്തിവച്ചതായി UAE വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി.
ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ഇറാനുമായുള്ള എല്ലാ സാമ്പത്തിക ഇടപാടുകളുമാണ് നിർത്തിയത്. യുഎയുടെ കപ്പൽ ഗതാഗതത്തെ ലക്ഷ്യം വെച്ചാണ് ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തതെന്ന് യുഎഇ പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചു. സമുദ്ര ഗതാഗതത്തിന് ഭീഷണിയുണ്ടായാൽ ശക്തമായി പ്രതിരോധിക്കും, തക്ക മറുപടി നൽകുമെന്നും പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം യുഎഇയിലേക്ക് ആക്രമണം നടത്തിയത് ഇറാൻ നിഷേധിക്കുകയാണ്. മിസൈൽ അയച്ചത് ഇറാനിൽ നിന്നാണെന്ന യുഎഇയുടെ പ്രസ്താവന തെറ്റാണെന്ന് ഇറാൻ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബഗായി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് NTV. വിദേശ തൊഴിലാളികളുടെ റെസിഡൻസി വിസകൾ റദ്ദാക്കുന്നുവെന്ന വാർത്തകളും ഇറാന് സാമ്പത്തിക സഹായങ്ങൾ നൽകുന്നുവെന്ന റിപ്പോർട്ടുകളും പൂർണ്ണമായും തള്ളി യുഎഇ. ഇത്തരം പ്രചാരണങ്ങൾ യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്തതും നിരാശാജനകമായ മാധ്യമ പ്രചാരണങ്ങളുടെ ഭാഗവുമാണെന്ന് യുഎഇ പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഡോക്ടർ അൻവർ മുഹമ്മദ് ഗർഗാഷ് വ്യക്തമാക്കി. വിദേശ തൊഴിലാളികളുടെ റെസിഡൻസി വിസകൾ റദ്ദാക്കുന്നുവെന്ന വാർത്തകളും ഇറാന് സാമ്പത്തിക സഹായങ്ങൾ നൽകുന്നുവെന്ന റിപ്പോർട്ടുകളും പൂർണ്ണമായും തള്ളി യുഎഇ പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഡോക്ടർ അൻവർ മുഹമ്മദ് ഗർഗാഷ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെയാണ് രാജ്യത്തിന്റെ നിലപാട് വ്യക്തമാക്കിയത്. മേഖലയിലെ പ്രധാന സംഭവ വികാസങ്ങളെ അഭിമുഖീകരിക്കുന്നതിലും അടുത്ത ഘട്ടത്തിലേക്ക് രാജ്യം മുന്നേറുന്നതിലുമാണ് യുഎഇ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. തൊഴിലാളികളുടെ റെസിഡൻസി വിസ റദ്ദാക്കൽ ഇറാന് സാമ്പത്തിക സൗകര്യങ്ങൾ ഒരുക്കൽ തുടങ്ങി പ്രചരിക്കുന്ന അഭ്യൂഹങ്ങൾ തികച്ചും തെറ്റാണ്. ഇത്തരം അടിസ്ഥാനരഹിതമായ അവകാശവാദങ്ങൾക്ക് മണ്ണിലെ പ്രവൃത്തിയിലൂടെയും നേട്ടങ്ങളിലൂടെയുമാണ് യുഎഇ മറുപടി നൽകുന്നത്. ശബ്ദ കോലാഹലങ്ങളെക്കാൾ ശക്തം പ്രവർത്തനവും ഊഹാപോഹങ്ങളെക്കാൾ ശക്തം യാഥാർത്ഥ്യങ്ങളുമാണെന്ന് ഡോക്ടർ അൻവർ ഗർഗാഷ് വ്യക്തമാക്കി. മേഖലയിലെ മാറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നയതന്ത്ര സാഹചര്യങ്ങൾക്കിടയിലാണ് യുഎഇയുടെ ഈ പ്രതികരണം. താമസ നിയമങ്ങളുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾക്കും ഔദ്യോഗിക വിദേശനയ വിവരങ്ങൾക്കുമായി ഔദ്യോഗിക ഗവൺമെന്റ് സ്രോതസ്സുകളെ മാത്രം ആശ്രയിക്കണമെന്ന് അധികൃതർ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ന്യൂസ് ഡെസ്ക് NTV. റെയിൽ ടു റോഡ് സേവനവുമായി എത്തിഹാദ് റെയിൽ. സ്റ്റേഷനുകളിൽ കാർ വാടകയ്ക്ക് കൊടുക്കാൻ അവസരമൊരുക്കുന്നതാണ് പുതിയ സേവനം. ആദ്യഘട്ടത്തിൽ അബുദാബി ഫുജൈറ സ്റ്റേഷനുകളിലാണ് സൗകര്യം ലഭിക്കുക. റെയിൽ ടു റോഡ് സേവനം ആരംഭിച്ചിരിക്കുകയാണ് എത്തിഹാദ് റെയിൽ. റെയിൽവേ സ്റ്റേഷനുകളിൽ കാർ വാടകയ്ക്ക് കൊടുക്കാൻ അവസരമൊരുക്കുന്നതാണ് പുതിയ പദ്ധതി. ദിവസം 80 ദിർഹം മുതൽ 200 ദിർഹം വരെയാണ് വാടക. ഇന്ധനവും 60 കിലോമീറ്റർ യാത്രയും ഉൾപ്പെടെയാണ് നിരക്ക്. സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നൽകേണ്ടതില്ല. മുൻകൂർ ബുക്കിംഗും ആവശ്യമില്ല. അബുദാബി ഫുജൈറ സ്റ്റേഷനുകളിൽ പ്രവർത്തിക്കുന്ന ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് മൈൽ വാടക സേവനത്തിന്റെ ഭാഗമായാണ് ഈ സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ത്രിഫ്റ്റ് കാർ റെന്റൽ മുഖേനയാണ് സേവനം. എല്ലാ പാക്കേജുകളിലും ഇന്ധനവും 60 കിലോമീറ്റർ യാത്രയും ഉൾപ്പെടും. അതേസമയം അധിക ദൂരത്തിന് കൂടുതൽ തുക ഈടാക്കും. യാത്രക്കാർക്ക് നിലവിൽ ഇൻട്രൊഡക്ടറി ഓഫറും ലഭ്യമാണ്. 24 മണിക്കൂർ അടിസ്ഥാനത്തിലാണ് വാടക സമയം കണക്കാക്കുക. കാർ എടുത്ത സ്റ്റേഷനിലോ അധിക നിരക്ക് നൽകി ത്രിഫ്റ്റ് കേന്ദ്രങ്ങളിലോ നൽകാം. 3 തരം വാഹനങ്ങളാണ് ലഭിക്കുക. എസൻഷ്യൽ വിഭാഗത്തിൽ ഹാച്ച് ബാക്കുകളും ടൊയോട്ട യാറിസ്, ബലേനോ, ഹ്യുണ്ടായി ആക്സന്റ് പോലുള്ള ചെറിയ സെഡാനുകളുമാണ് ഉണ്ടാകുക. കംഫർട്ട് വിഭാഗത്തിൽ മസ്ദ CX-3, ഹ്യുണ്ടായി ക്രെറ്റ, മസ്ദ 6 എന്നിങ്ങനെ വലിയ സെഡാനുകളും ലഭിക്കും. NTV, അബുദാബി. യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ രക്ഷകർത്തൃത്വത്തിൽ 35ാമത് അബുദാബി അന്താരാഷ്ട്ര പുസ്തകോത്സവം 2026 സെപ്റ്റംബർ 13 മുതൽ 18 വരെ അബുദാബി നാഷണൽ എക്സിബിഷൻ സെന്ററിൽ നടക്കും. അബുദാബി സംസ്കാര വിനോദസഞ്ചാര വകുപ്പിന് കീഴിലുള്ള അബുദാബി അറബിക് ലാംഗ്വേജ് സെന്റർ സംഘടിപ്പിക്കുന്ന പുസ്തകോത്സവത്തിൽ 95 രാജ്യങ്ങളിൽ നിന്നുള്ള അച്ചടി പ്രസാധന സ്ഥാപനങ്ങളും എഴുത്തുകാരും പങ്കെടുക്കും. താളുകൾ മറിക്കൂ, ലോകത്തെ വായിക്കൂ എന്ന പ്രമേയത്തിലാണ് ഇത്തവണത്തെ അബുദാബി അന്താരാഷ്ട്ര പുസ്തകോത്സവം സംഘടിപ്പിക്കുന്നത്. യുഎഇയുടെ ഇയർ ഓഫ് ഫാമിലി പ്രമേയത്തോടനുബന്ധിച്ച് കുടുംബങ്ങൾക്കും കുട്ടികൾക്കുമായി പ്രത്യേക വിദ്യാഭ്യാസ വിനോദ പരിപാടികൾ മേളയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 6 ദിവസം നീണ്ടു നിൽക്കുന്ന മേളയിൽ 1500ഓളം സാംസ്കാരിക പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ബാൽക്കൻ മേഖലയിലെ രാജ്യങ്ങളാണ് ഇത്തവണത്തെ അതിഥി നിരയിലുള്ളത്. പ്രശസ്ത അറബിക് ഭാഷാശാസ്ത്രജ്ഞനും പണ്ഡിതനുമായ അൽ ഖലീൽ ഇബ്നു അഹമ്മദ് അൽ ഫറാഹിദിയ മേള ആദരിക്കും. മിഗ്വൽ ഡി സെർവാൻഡസിന്റെ ലോകപ്രശസ്ത കൃതിയായ ഡോൺ കിഹോട്ടെ ഇത്തവണത്തെ ബുക്ക് ഓഫ് ദി വേൾഡായി തിരഞ്ഞെടുക്കപ്പെട്ടു. അബുദാബി പുസ്തകോത്സവത്തിന്റെ 35 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി സാംസ്കാരിക സംഗീത പരിപാടികളോടെ പ്രത്യേക ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിക്കുന്നുണ്ട്. അൽ ഫറാഹിദിയുടെ ജീവിതത്തെയും സംഭാവനകളെയും ആസ്പദമാക്കിയുള്ള നാടകാവതരണവും ഇതിന്റെ ഭാഗമായി അരങ്ങേറും. കഴിഞ്ഞ 35 വർഷമായി ആശയം കൈമാറാനും സർഗാത്മകത വളർത്താനും സാഹിത്യത്തെ പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കുന്ന മികച്ചൊരു സാംസ്കാരിക അന്തരീക്ഷം ഒരുക്കാൻ അബുദാബി പുസ്തകോത്സവത്തിന് സാധിച്ചിട്ടുണ്ടെന്ന് DCD അബുദാബി ചെയർമാൻ മുഹമ്മദ് ഖലീഫ അൽ മുബാറക് വ്യക്തമാക്കി. NTV, അബുദാബി.
IBPC ഷാർജയും ഷാർജ ചേംബർ ഓഫ് കൊമേഴ്സും സംയുക്തമായി 80ാം ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനാഘോഷം സംഘടിപ്പിച്ചു. ഷാർജ മാരിടൈം മ്യൂസിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ ഷാർജ ചേംബറിലെ മുതിർന്ന ഉദ്യോഗസ്ഥരടക്കം നിരവധി പ്രമുഖർ പങ്കെടുത്തു. IBPC ഷാർജ ചെയർമാൻ ലാൽ സാമുവൽ, ഇന്ത്യൻ ബിസിനസ് സമൂഹത്തിനു വേണ്ടിയും ഷാർജയിൽ താമസിക്കുന്ന ഇന്ത്യൻ കുടുംബങ്ങൾക്ക് വേണ്ടിയും സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഹിസ് ഹൈനസ് ഡോക്ടർ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയോട് തന്റെ ആത്മാർത്ഥമായ നന്ദി അറിയിച്ചു. ഈ ആഘോഷം ഇന്ത്യയും UAEയും തമ്മിലുള്ള ആഴത്തിൽ വേരൂന്നിയ സൗഹൃദത്തെയും ഇന്ത്യയിലെയും ഷാർജയിലെയും ജനങ്ങൾ തമ്മിലും ബിസിനസ് സമൂഹങ്ങൾ തമ്മിലുമുള്ള ശക്തമായ ബന്ധത്തെയും പ്രതിഫലിപ്പിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. ഷാർജ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയിലെ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ബിസിനസ് സെക്ടറിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ജനറൽ ഹിസ് എക്സലൻസി അബ്ദുൽ അസീസ് ഷംസി, ഷാർജ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയിലെ ഇന്റർനാഷണൽ റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടറും ഷാർജ കൺസൾട്ടേറ്റീവ് കൗൺസിലിലെ ഇക്കണോമിക് കമ്മിറ്റി ചെയർപേഴ്സണുമായ ഹർ എക്സലൻസി ഡോക്ടർ ഫാത്തിമ ഖലീഫ അൽ മുഖറബ്, ഷാർജ ചേംബറിലെ ബിസിനസ് കൗൺസിൽസ് ആൻഡ് കോമൺ കമ്മിറ്റി സെഷൻസ് മേധാവി ഹിബ അൽ മർസൂഖി, ഷാർജ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയിലെ ബിസിനസ് കൗൺസിൽസ് ആൻഡ് ജോയിന്റ് കമ്മിറ്റി സീനിയർ എക്സിക്യൂട്ടീവ് ഹിന്ദ് അൽ മദനി എന്നിവരും പ്രമുഖ ബിസിനസ്സുകാരും പങ്കെടുത്തു. കാലാവസ്ഥാ റിപ്പോർട്ട്. സ്വർണ്ണവില. വിനിമയ നിരക്ക്. പ്രധാന തലക്കെട്ടുകൾ ഒരിക്കൽ കൂടി. തൊഴിൽ വിസ റദ്ദാക്കൽ, ഇറാന് സാമ്പത്തിക സഹായം നൽകൽ എന്നീ വ്യാജ പ്രചാരണങ്ങൾ തള്ളി UAE. എക്സിലൂടെയാണ് രാജ്യത്തിന്റെ നിലപാട് ഡോക്ടർ അൻവർ മുഹമ്മദ് ഗർഗാഷ് വ്യക്തമാക്കിയത്. വിവരങ്ങൾക്കായി ഔദ്യോഗിക സ്രോതസ്സുകളെ ആശ്രയിക്കണമെന്ന് അധികൃതർ. തുടർച്ചയായ 4ാം ദിവസവും അസംസ്കൃത എണ്ണവിലയിൽ വർധന. കാരണമായത് പശ്ചിമേഷ്യയിലെ ഭൗമരാഷ്ട്രീയ ആശങ്കകളും അമേരിക്കയിലെ ക്രൂഡ് ശേഖരത്തിലുണ്ടായ കുറവും. എണ്ണവിലയിൽ ഏറ്റക്കുറച്ചിലുകൾ തുടരുമെന്ന് റിപ്പോർട്ട്. സുരക്ഷാ സംരക്ഷണം എന്നിവയിൽ മലേഷ്യയുമായി സഹകരിക്കാൻ സൗദി അറേബ്യ. യോഗം സൽമാൻ രാജാവിന്റെ അധ്യക്ഷതയിൽ. നീക്കം സമുദ്ര സുരക്ഷ ഉറപ്പാക്കുന്നതിനും അന്താരാഷ്ട്ര വ്യാപാര പാതകളുടെ സുഗമമായ ഗതാഗതം ഉറപ്പാക്കുന്നതിനും. റെയിൽ ടു റോഡ് സേവനവുമായി ഇത്തിഹാദ് റെയിൽ. പുതിയ സേവനം, സ്റ്റേഷനുകളിൽ കാർ വാടകയ്ക്ക് കൊടുക്കാൻ അവസരമൊരുക്കുക. യാത്രക്കാർക്ക് ദിവസവും 80 ദിർഹമിന് മുതൽ കാർ വാടകയ്ക്ക്. പ്രൈം ടൈം ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം. NTV UAE to the world.